തണലിൽ നുകരാമീ വെണ്ണിലാവിൽ നായി നാം ചേർന്ന് പാടാം പുൽക്കൂട്ടിൽ പൂക്കാലം നിറവായി നിറവായി. Is the Tiruvalla Male Voices and Choral Society. Tiruvalla Male Voices and Choral Society, TMCS, is a popular choral group in central Travancore, which has established its mark in ecumenical music. The choir was formed in the year 1985 with a group of 15 male singers. However, before long the group expanded to include the family members too. The Male Voices has ever since been recognized as the Tiruvalla Choral Society. Professor Jacob Kurian, the former principal of Marthoma College, Tiruvalla, is the founder director of this reputed choral fellowship. Stars adore this tiny baby boy.
ദാവീദിൻ നായകനായി അവതരിച്ച കൺമണിയെ കണ്ടുവണങ്ങാൻ കര തകർത്ത് തിരകൾ വന്നാലും കരം നൽകി രക്ഷിക്കുന്ന ലോകരക്ഷകനെ ഹാലേലൂയ പാടി വാഴ്ത്താം. മനനിരയിൽ അഴകായി തനു പെയ്തിറങ്ങും എന്ന ഗാനം ശ്രവിക്കാം. രചന നിർവഹിച്ചിരിക്കുന്നത് എബ്രഹാം വർഗീസ് അച്ഛനാണ്. സംഗീതം പകർന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ആശിഷ് തോമസ് ജോർജ് അച്ഛനും. മനനിരയിൽ അഴകായി
സഭാനൗകയെ അജഞ്ചലം നയിക്കുന്ന കർമ്മയോഗി, മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സംഗീത വിഭാഗമായ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ അധ്യക്ഷനുമായി പ്രവർത്തിക്കുന്ന മലങ്കര മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമനസിനെ ഉദ്ഘാടനത്തിനും അധ്യക്ഷ പ്രസംഗത്തിനുമായി ഭക്തി ആദരവുകളോടെ ക്ഷണിക്കുന്നു. സഹോദരി സഹോദരങ്ങളെ, വിശ്വാസ സമൂഹമേ, ഏവർക്കും വന്ദനം. ലോകത്തിൻ്റെ കാലത്തികവിൽ സംഘർഷാത്മകമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ ലോകത്തിലേക്ക് വന്നു. സ്വന്തമായവരോ അവരെ കൈക്കൊണ്ടില്ല എന്ന് ബേത്ലഹേമിലെ യൗസേപ്പിൻ്റെ പിതൃഭവനങ്ങൾ കയറി ഇറങ്ങിയ യൗസേപ്പും മറിയമും അനുഭവിച്ചറിഞ്ഞു. അവർ നടന്നത് നേരെ സമൂഹത്തിൻ്റെ വകയായിരിക്കുന്ന സത്രത്തിലേക്കാണ്, വഴിയമ്പലത്തിലേക്ക്. അവിടെ ചെന്നപ്പോൾ അവിടെയും ഇടമില്ലായിരുന്നു. അവർ പിന്നീട് പെരുവഴിയിലൂടെ നടന്നു. ഈ നടപ്പ് വേദപുസ്തക ചരിത്രത്തിൽ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെ നടന്ന ഗോത്രപിതാവായിരുന്ന യാക്കോബിൻ്റെ യാത്രയെ അനുസ്മരിപ്പിക്കും. യാക്കോബിൻ്റെ രണ്ടാം ഭാര്യയായിരുന്ന റാഹേലും തൻ്റെ രണ്ടാം ഭാര്യയിൽ ജനിച്ചതായ പുത്രൻ യൗസേപ്പും അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്നതായ റാഹേലും പെരുവഴിയിൽ കൂടെ നടന്നതുപോലെ 80 മൈൽ താണ്ടി നസ്രയത്തിൽ നിന്ന് ബേത്ലഹേമിലെത്തിയതായ യൗസേപ്പും മറിയമും പെരുവഴിയിലൂടെ നടന്നു. ദൈവത്തിൻ്റെ പുത്രൻ ജാതനായപ്പോൾ അവന് പിറക്കുവാൻ ഒരിടമില്ലായിരുന്നു. നമ്മളൊരിടം കൊടുത്തിട്ടുണ്ട്, അവിടെയല്ല അവൻ ജനിച്ചത്. കാലിത്തൊഴുത്തിലല്ല അവൻ ജനിച്ചത്. പിന്നെയോ പെരുവഴിയിലായിരുന്നു. നിസ്സംശയം പറയുവാൻ കഴിയും, ഗോത്രപിതാവിൻ്റെ റാഹേലും തൻ്റെ പുത്രനും കൂടെ നടന്നതാണ്. ആ വഴിയെ തന്നെയാണ് അവർ നടന്നത്. വേദപുസ്തകം വളരെ അസന്നിഗ്ധമായിട്ട് പറയുന്നു, റാഹേൽ ബെന്യാമീനെ പ്രസവിച്ചത് ഒരു കരുവേലകത്തിൻ്റെ ചുവട്ടിലാണ്. ഇന്നും നമ്മൾ കാഴ്ചകൾ കാണും. ചില നാടോടി കുടുംബങ്ങൾ നമ്മുടെ മധ്യത്തിലും വഴിത്തലയ്ക്കൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മമേകുന്നത്. വിശുദ്ധ പൗലോസ് പറയുന്നത് ഇപ്രകാരമാണ്: യു നോ ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദോ ഹി വാസ് റിച്ച്, ഹി ബിക്കെയിം പുവർ ഫോർ യുവർ സേക്ക്, സോ ദാറ്റ് യു മേ ബിക്കം റിച്ച് ത്രൂ ഹിസ് പോവർട്ടി. ദാരിദ്ര്യത്തിൻ്റെ പാതാളത്തിലെങ്കിലും ഇറക്കുകയായിരുന്നു അത്. നാം പ്രത്യേകിച്ച് ഓർക്കണം. കുഞ്ഞിനെ കയ്യിലെടുത്തു, ചുറ്റും നോക്കി, ഈ കുഞ്ഞിനെ കിടത്താനൊരിടമെടുത്ത്. വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു, കാലികൾക്ക് തീറ്റയിട്ടിരിക്കുന്നതായ അതാടായാലും കൊള്ളാം, കന്നുകാലി ആയാലും കൊള്ളാം, പശു ആയാലും കൊള്ളാം, കാളയായാലും കൊള്ളാം, ഏതായാലും പാലിച്ചുകൊണ്ടിരുന്ന ഇടയന്മാർ സമീപത്തുണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് മൃഗങ്ങൾക്ക് പുല്ല് ഭക്ഷണം കൊടുക്കുന്നതായിട്ടുള്ള ആ മൃഗീയമായ അന്തരീക്ഷത്തിലാണ് കുഞ്ഞിനെ കിടത്തുവാൻ ഒരിടം കിട്ടിയത്.
അവിടെ കിടത്തിയപ്പോൾ ദൈവദൂതന്മാർ തിരുനങ്ങളെ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് ഉദ്ഘോഷിച്ചു. ദൂതന്മാർ ആട്ടിടയരോട് പറഞ്ഞു, പശുവിനെ കാത്തു പരിപാലിക്കുന്നവരെയല്ല, ആട്ടിടയരോട് പറഞ്ഞു, രക്ഷയുടെ അടയാളം നിങ്ങൾക്ക് കാണുന്നു, നിങ്ങൾക്കായി രക്ഷ ഉദിച്ചിരിക്കുന്നു. ആ രക്ഷയുടെ അടിസ്ഥാനം നിങ്ങൾക്ക് കാണണമെന്ന് വരികയിൽ കാലിത്തൊഴുത്തിൽ ചെന്നാൽ കാണാൻ കഴിയും എന്നത്രേ പറഞ്ഞത്. നമ്മുടെ വിശ്വാസം എന്ത്? ആമേൻ. കണ്ടാലും അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാവും. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ നമ്മൾ അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ മനുഷ്യമുഖമാണ്. അത് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ മനുഷ്യമുഖം പ്രതിഫലിപ്പിക്കേണ്ടത് മനുഷ്യൻ. അത് പ്രകടിപ്പിക്കുവാനായിട്ടൊരു അവസരം നമുക്ക് നൽകി. ശിഷ്യന്മാർ പട്ടണത്തിൽ പോയി ഭക്ഷണം വാങ്ങിക്കാൻ പോയി. വിശന്നിൽ ദാഹിച്ചു വരുന്ന യേശു ആ ശമരിക്കാരി സ്ത്രീയോട് കുടിപ്പാൻ വെള്ളം ചോദിച്ചു. എന്തോ വലിയൊരു സംഘർഷം നിറഞ്ഞിരിക്കുന്ന സംവാദമാണ് അവിടെ ഉണ്ടായത്. ആ സംഘർഷത്തിൻ്റെ അവസാനത്തിൽ നാം നോക്കുന്നത് ആ ശമരിക്കാരി സ്ത്രീ യേശു കൂടാതെ ആ സംവാദത്തിൻ്റെ അവസാനം എന്ത്? ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ മാനവികത ആ ശമരിക്കാരത്തി മനസ്സിലാക്കി എന്നുള്ളതിനത്രേ. മറ്റൊരു സംഭവം കൂടി ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതായുള്ള ഒരു സ്ത്രീയെ കൊണ്ട് പുണ്യവാന്മാരായിരിക്കുന്ന വിശ്വാസികൾ കടന്നു വന്നു. എത്ര യേശുവിനെ പരീക്ഷിക്കാനാണ് കൊണ്ടുവന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അവരുടെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലല്ല. അവളെ എന്ത് ചെയ്യണം ചോദിച്ചു. ആ സംവാദത്തിൻ്റെ അവസാനത്തിൽ എന്ത് പറ്റി? എറിയാൻ കല്ലും കൊണ്ട് വന്നവരുടെ കയ്യിൽ നിന്ന് കല്ലെല്ലാം താഴെ പോയി. ഒടുവിൽ സ്ഥലത്ത് കാണുന്നത് ആരാണ്? യേശു ഒരു വേശ്യയും മാത്രമാണ്. അവളോട് കർത്താവ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാനത് ആവർത്തിക്കുന്നില്ല. അതാണ് ദൈവത്തിൻ്റെ മനുഷ്യമുഖം എന്ന് പ്രത്യേകിച്ച് ഓർക്കണം. തെറ്റ് ചെയ്താൽ തെറ്റിനെ ശിക്ഷിക്കണം, അനുദപിച്ചാൽ രൂപാന്തരപ്പെട്ടാൽ അതിനെ അംഗീകരിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ നീതി. മനുഷ്യ, ഞാൻ നിന്നോട് പറയുന്നു, നീതി പ്രവർത്തിക്കുക, ദയാതൽപരരായിരിക്കുക, വിനയത്തോടുകൂടെ ദൈവസന്നിധി നടക്കുക. സൗഭാഗ്യകരമായുള്ള നീതിയിൽ സൂര്യൻ്റെ ഉദയത്തിലേക്ക് നമ്മുടെ പ്രകാശത്തിലേക്ക് നാം നടന്ന് ആ പ്രകാശം നമ്മിൽ നിന്ന് ഇരുളിലും മരണതകളിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാര്യങ്ങളെ സമാധാനമാക്കി നടത്തേണ്ടതിന് ശക്തി ദൈവം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. തിരു അവതാരത്തെ പ്രഘോഷിക്കുന്ന ആദ്യ ഗാനം സ്തുതിയിൻ തമ്പുരുനാദം പാടിടാം, തനയൻ്റെ സ്നേഹത്തെ ഘോഷിച്ചിടാം. ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് റെവറൻഡ് ജിജു ദാനിയൽ ജോർജ് കുട്ടി. ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് റെവറൻഡ് പ്രിൻസ് ആർ, റെവറൻഡ് സുബിൻ സാം മാമൻ, റെവറൻഡ് ടോണി ഈപ്പൻ വർക്കി. തമ്പുരുനാദം മീട്ടിടാം, സനയന്റെ സ്നേഹത്തെ ഘോഷിച്ചിടാം. താതന്റെ ഗീതത്താൽ ഇഹലോകം പുൽകിയ രക്ഷയിൻ മാധുര്യം പകർന്നിടാം. താതന്റെ ഗീതത്താൽ ഇഹലോകം പുൽകിയ രക്ഷയിൻ മാധുര്യം പകർന്നിടാം. സ്വരലയമായുണരുന്നു ഹൃദയങ്ങൾ തെളിയുന്നു, നരനായ നാഥനെ വരവേൽക്കാം. സ്വരലയമായുണരുന്നു ഹൃദയങ്ങൾ തെളിയുന്നു, നരനായ നാഥനെ വരവേൽക്കാം. ഒരു മനമായി
വിജനതയിൽ ഇടം തേടും പഥികർക്ക് പാതയ്ക്കു ദീപമായി നിൻ പാദപീഠം. രാവിന്റെ വിജനതയിൽ ഇടം തേടും പഥികർക്ക് പാതയ്ക്കു ദീപമായി നിൻ പാദപീഠം. ഊഴിതൻ ദേഹിക്ക് സഹിത്വം നൽകിട വചനം ജാതമായി ദൈവം മനുഷ്യനായി. ഊഴിതൻ ദേഹിക്ക് സഹിത്വം നൽകിട വചനം ജാതമായി ദൈവം മനുഷ്യനായി. സ്വരലയമായി ഉണരുന്നു ഹൃദയങ്ങൾ തെളിയുന്നു നരനായ നാഥനെ വരവേൽക്കാം. സ്വരലയമായി ഉണരുന്നു ഹൃദയങ്ങൾ തെളിയുന്നു നരനായ നാഥനെ വരവേൽക്കാം. ഒരു മനമായി ഒരു സ്വരമായി, ഒരു മനമായി ഒരു സ്വരമായി ഘോഷിച്ചിടാം. തമ്പുരുനാദം മീട്ടിടാം, തനയന്റെ സ്നേഹത്തെ ഘോഷിച്ചിടാം. താതന്റെ ഹിതത്താൽ ഇഹലോകം പുൽകിയ രക്ഷയിൻ മാധുര്യം പകർന്നിടാം. താതന്റെ ഹിതത്താൽ ഇഹലോകം പുൽകിയ രക്ഷയിൻ മാധുര്യം പകർന്നിടാം. Tell me, the second carol by the Providence Choir. Tell me about the baby come to the on Christmas Day. Tell me about the angels gathering in the evening star. Tell me about the angels singing hallelujah from on high. Hallelujah, 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 hallelujah. Tell me about that baby boy.
മരത്തണലിൽ